കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരും ഭരണപക്ഷ കൗൺസിലർമാരും തമ്മിൽ കയ്യാങ്കളി. ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിയായ സ്ഥിരം സമിതി അധ്യക്ഷൻ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് കൗൺസിൽ യോഗത്തിൽ ഇരുകൂട്ടരും തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തുടർന്ന് കൗൺസിൽ യോഗത്തിൽ നിശ്ചയിച്ച അജണ്ടകൾ പാസാക്കി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖിന്റെ അധ്യക്ഷതയിലാണ് ചൊവ്വാഴ്ച കൗൺസിൽ യോഗം ചേർന്നത്. 2018 കോഴിക്കോട് നടന്ന ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിയായ പെരിന്തൽമണ്ണ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പ്രൊഫസർ നാലകത്ത് ബഷീർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. കൗൺസിൽ യോഗം തുടങ്ങിയ ഉടനെ പ്രതിപക്ഷ നേതാവ് വി രാഹുൽ നാലകത്ത് ബഷീർ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു. നാലകത്ത് ബഷീർ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും പ്രതി ചേർത്തതിന്റെ പേരിൽ രാജിവെക്കേണ്ടതില്ലെന്നും വൈസ് ചെയർമാൻ MP ഫസൽ മുഹമ്മദ് പറഞ്ഞു. വി രാഹുലിനൊപ്പം നെച്ചീർ മൻസൂർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളും ചേർന്ന് രാജി ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചു. ഭരണപക്ഷ അംഗങ്ങളും എതിർത്തതോടെ കൗൺസിൽ ഹാളിൽ തമ്മിലടിയും കയ്യാങ്കളിയുമായി. ₹1,66,00,000 രൂപയുടെ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയ ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സംഘാടകൻ നാലകത്ത് ബഷീറാണെന്നും ബഷീർ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും ഇതിൽ നിന്നും പിന്നോട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി രാഹുൽ പറഞ്ഞു. വേറെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. നമുക്കറിയാം, ഏതൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴും അതിന് സംഘാടക സമിതി അല്ലെങ്കിൽ സ്വാഗത സംഘം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചേർക്കാറുണ്ട്. അതിൽ രക്ഷാധികാരികൾ ഉണ്ടാവും, അതുപോലെ തന്നെ സംഘാടക സമിതി ചെയർമാൻ ഉണ്ടാവും, കൺവീനർ ഉണ്ടാവും. രക്ഷാധികാരികൾ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അല്ലെങ്കിൽ മുഖരായി നിൽക്കുന്ന ആളുകളെ, എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടാണ് അതിന്റെ രക്ഷാധികാരികളായി നമ്മൾ തീരുമാനിക്കാറ്, ഏത് ആളുകളുടെ പരിപാടിയാണെങ്കിലും. അതുപോലെ തന്നെ അതിനൊരു ചെയർമാൻ, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ MLA, അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ സ്പീക്കറായിട്ടുള്ള ആളുകൾ, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആളെയാണ് അതിന്റെ ചെയർമാൻ സ്ഥാനം തീരുമാനിച്ചു കൊടുക്കാറുണ്ട്. ജനറൽ കൺവീനർ ആണ് ഏത് പ്രോഗ്രാം. അപ്പോൾ ഇതിന്റെ ജനറൽ കൺവീനർ ആയിട്ടാണ് നാലകത്ത് ബഷീർ മാഷ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഏത് മേഖലയിൽ പോയിരുന്നാലും അഴിമതിയിൽ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥാപനത്തെ അഴിമതിയിലാക്കുന്ന പാരമ്പര്യമുള്ള ആളാണ് നാലകത്ത് ബഷീർ മാഷ്. അപ്പൊ ആ ബഷീർ മാഷിന്റെ പേരിൽ അദ്ദേഹം ജനറൽ കൺവീനർ ആയിരുന്നു. ആ വോളിബോൾ നടക്കുന്ന സമയത്ത് അദ്ദേഹമാണ് അതിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചിരുന്നത്. ജനറൽ കൺവീനർ എന്ന് പറഞ്ഞാൽ A to Z എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നതും അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അയാളുടെ പേരിൽ 1-ാം പ്രതിയായി നടക്കാവ് പോലീസ് ഈ കേസിൽ FIR കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ UDF-ന്റെ പോലീസാണ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് വിജിലൻസിന് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. 7 വർഷം മുമ്പ് നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ പേരിൽ ഉയർന്ന സാമ്പത്തിക അഴിമതിയും ക്രമക്കേടും പകപോക്കലാണെന്ന് നാലകത്ത് ബഷീർ പറഞ്ഞു. അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ചില ഇടത് സഹയാത്രികരും ഇതിന്റെ സംഘാടകരായിരുന്നു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുഖേനയാണ് പണമിടപാട് നടത്തിയത്. ജനറൽ കൺവീനറായ തനിക്ക് പണമിടപാടുമായി ബന്ധമില്ലെന്നും കുറ്റക്കാരനെന്ന് തെളിയിച്ചാൽ രാജിവെക്കുമെന്നും നാലകത്ത് ബഷീർ പറഞ്ഞു. ആ ചാമ്പ്യൻഷിപ്പ് 2018 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ആ ചാമ്പ്യൻഷിപ്പിന് പരാതി വരുന്നത്. ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് 4/6/2026 FIR എടുത്തത്. ഈ മാസം അതുവരെ ആ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. എല്ലാ സ്ഥലത്തേക്കാൾ വിഭിന്നമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ, ഗഫൂർ എന്ന് പറഞ്ഞൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിച്ച് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പേയ്മെന്റുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. പേയ്മെന്റ് നടത്താൻ വേണ്ടി ഒരു 3 ആൾക്കാരെ ചുമതലപ്പെടുത്തി. ഒന്ന് ബാപ്പുവാജി, വ്യാപാരി വ്യവസായിയുടെ ട്രഷറാണ് കോഴിക്കോട് ജില്ലയുടെ. അതേപോലെ തന്നെ മൊയ്തീൻ കോയ,
മലബാർ ഗോൾഡിന്റെ മാനേജറാണ്, സത്യസന്ധനായിട്ടുള്ള ഒരുത്തനാണ്, CPM-കാരനാണ് അദ്ദേഹത്തിന്. പിന്നെ അതേപോലെ സത്യൻ ഇടത് സഹയാത്രികനാണ്, അവിടുത്തെ ഒരു ലോഡ്ജിന്റെ മാനേജറാണ്. ഇവര് 3 പേരാണ് ക്യാഷ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത്. ജനറൽ കൺവീനർ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത് ഓർഗനൈസ് ചെയ്യാന്ന് മാത്രമാണ്. കാരണം ക്യാഷും ഓർഗനൈസ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കണക്കെഴുതി കഴിഞ്ഞു. അവർ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് തന്നു. ആ അക്കൗണ്ട്സില് അതിന്റെ ചെയർമാൻ മെഹബൂബാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ജനറൽ കൺവീനർ ഞാന്, ദെൻ ബാപ്പു ഹാജി ട്രഷറർ, സത്യൻ ഓർഗനൈസിംഗ് സെക്രട്ടറി. ഇത്രയും 4 പേർ ഒപ്പിടുകയും സംഘാടക സമിതി സത്യസന്ധമായി അവതരിപ്പിച്ച് പിരിച്ചുവിടുകയും ചെയ്തു. രാജിവെക്കുന്നത് അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കൗൺസിലിൽ ഒരു സെക്കീന ഉണ്ടായിരുന്നു. ആ സെക്കീനയുടെ പേരിലുള്ള FIR ആണ്, KSEB കൊടുത്തുള്ള FIR ആണിത്. പൈസ അടച്ച FIR പ്രകാരം പിഴ അടച്ചതാണ് 3,20,732 രൂപ. കഴിഞ്ഞ 9-ാം വാർഡിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറാണ്, മൻസൂറാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ആ മൻസൂർ ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞില്ല, എന്താ അർത്ഥമുള്ളത്? ഇത് അവര് കള്ളപ്പട്ടയം ഉണ്ടാക്കിയതിന്റെ, ഇത്രയും കള്ളത്തരം കാണിച്ചതിന്റെ ഒരാള് എപ്പോഴാണ് പ്രതിയാവുന്നത്, എപ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്? അത് ശിക്ഷിക്കപ്പെട്ട് 3 കള്ളപ്പട്ടയം ഉണ്ടാക്കിയ സാധനം ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് എപ്പോഴാ? അത് സുപ്രീം കോടതി വരെ കേസ് പോയി അതിനകത്ത് അയാൾ കുറ്റവാളിയാണ് എന്ന് കാണുമ്പോഴാണ് അയാൾ കുറ്റവാളിയാവുന്നത്, അല്ലേ? അങ്ങനെ സുപ്രീം കോടതി വരെ ഈ കേസ് പോയിട്ട് കുറ്റവാളിയാണെന്ന് വന്നാൽ ഒരു നിമിഷം ഒരു കൗൺസിലിനകത്ത് ഞാൻ ഉണ്ടാവില്ല. കൗൺസിൽ യോഗത്തിൽ നിശ്ചയിച്ച മുഴുവൻ അജണ്ടകൾക്കും അംഗീകാരം നൽകിയാണ് യോഗം അവസാനിച്ചത്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.